എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. നമുക്കിന്ന് 5-ാമത്തെ ശ്ലോകം നോക്കാം. 4-ാമത്തെ ശ്ലോകത്തിൽ ഗദായുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ ഭഗവാനും ഹിരണ്യാക്ഷനും കൂടെ. അപ്പോൾ മറ്റു ദേവന്മാർ, ആ യുദ്ധം കാണാൻ വന്ന മറ്റു ദേവന്മാർ ഭഗവാനോട് പറഞ്ഞു, സന്ധ്യയാകുന്നതിന് മുമ്പ് അങ്ങ് ഈ ഹിരണ്യാക്ഷനെ വധിക്കണേ എന്ന് പറയുന്നത് കണ്ടിട്ടാണ് നമ്മൾ നടത്തിയത്. നമുക്കിന്ന് 5-ാമത്തെ ശ്ലോകം നോക്കാം. ഗദോന്മർദ്ദേ തസ്മിൻ സ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമോ ഝടിതി പതിതായാം അഹഹഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ ഗദോന്മർദ്ദേ തസ്മിൻ സ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമൗ ഝടിതി പതിതായാം അഹഹഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ തസ്മിൻ ഗദോന്മർദ്ദേ തവ ഗദായാം ഖലു ദിദിഭുവഃ ഗദാഘാതാത് ഝടിതി ഭൂമൗ പതിതായാം അഹഹ ഭോ ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനഃ രുരുചിഷേ. ഈ 5-ാമത്തെ ശ്ലോകത്തിൽ കഴിഞ്ഞ ശ്ലോകത്തിലെ ഗദായുദ്ധം, തസ്മിൻ ഗദോന്മർദ്ദേ, ആ ഗദായുദ്ധത്തിൽ ഗദ കൊണ്ടുള്ള മർദ്ദനമേറ്റിട്ട്, തവ ഗദായാം, ആ അസുരൻ്റെ ഗദ കൊണ്ടുള്ള മർദ്ദനമേറ്റിട്ട് എന്ന് പറഞ്ഞാൽ ആ അസുരൻ്റെ ഗദ കൊണ്ടുള്ള താടനമേറ്റിട്ട്, തവ ഗദായാം, അവിടുത്തെ നിന്തിരുവടിയുടെ ഗദ, ഖലു ദിദിഭുവഃ, ആ പെട്ടെന്ന് അവിടുത്തെ ഗദയാകട്ടെ ദൈത്യൻ്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റ് പെട്ടെന്ന് ദിതി ഭുവഃ എന്ന് പറഞ്ഞാൽ ആ അസുരൻ്റെ ഗദാഘാതാത്, ഗദ കൊണ്ടുള്ള ആഘാതമേറ്റ്, ഝടിതി പെട്ടെന്ന്, ഭൂമൗ ഭൂമിയിൽ, പതിതായാം പതിച്ചു, അന്നിലത്ത് വീണുപോയി. അഹഹ ഭോ കഷ്ടം എന്ന് പറഞ്ഞു. അഹഹ എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെ മേൽപ്പത്തൂർ ആശ്ചര്യപ്പെട്ടിരിക്കുകയെന്ന്. അവിടെ നിന്ന് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അഹ ഭോ ത്വം, അവിടെ നിന്ന് എന്താ ആശ്ചര്യമല്ലേ എന്നാണ്. അതായത് ആ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗദ നിലത്ത് പോയപ്പോൾ മേൽപ്പത്തൂർ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. ധനുജകുല നിർമൂലനചണം, അസുരവർഗത്തെ മുച്ചൂടും ആ നശിപ്പിക്കുന്നതിൽ, വേരറുക്കുന്നതിൽ എന്ന് എഴുതിയിരിക്കുന്നത്. വേരറുക്കുക എന്ന് പറഞ്ഞാൽ ഉന്മൂലനചണം, അതായത് വേരോടെ പിഴുതു കളയാന്ന് പറഞ്ഞാൽ പിന്നീട് ഒട്ടും തന്നെ ശേഷിക്കാതെ. നമുക്കറിയാം, ഒരു മരം വെട്ടി കഴിയുമ്പോൾ ആ കുറ്റി നിന്നാൽ അതിൽ നിന്ന് പൊടിച്ചു വരും ഇല്ലേ. ആ വേരോടെ പിഴുതു കളഞ്ഞാൽ ഒട്ടും തന്നെ പൊടിച്ചു വരത്തില്ലല്ലോ, വീണ്ടും കിളിർത്ത് വരുമോ. അതുകൊണ്ടാണ് അങ്ങനെയാണ് വേരോടെ ഉന്മൂലനചണം എന്ന് എഴുതിയിരിക്കുന്നത്. ഉന്മൂലനാശം ചെയ്യുക, അതായത് അടിയോട് പറിച്ചു കളയുക എന്ന് പറയും. ആ ധനുജം എന്ന് പറഞ്ഞാൽ ഇവിടെ രാക്ഷസവർഗം, അസുരവർഗം. ആ ധനുജകുലത്തെ ഉന്മൂലനാശം ചെയ്യുക, അതായത് വേരോടെ പിഴുതു കളയുക. അതിൽ പേരെടുത്ത മഹാചക്രം സ്മൃത്വ, ആ ചക്രത്തെ സ്മരിച്ചു. ആ ഗദ താഴെ വീണ് പോയപ്പോൾ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഭഗവാൻ ആ തൻ്റെ, നമുക്കറിയാം ദിവ്യമായ ആയുധങ്ങളൊക്കെയാണ്. ഇപ്പം വരാഹമൂർത്തിയായിട്ടിരിക്കുന്നതുകൊണ്ട് കയ്യിൽ ആയുധങ്ങളുണ്ടായില്ല, അതുകൊണ്ട് സ്മരിച്ചു. സ്മൃത്വ, സ്മരിച്ചിട്ട്, മഹാചക്രത്തെ സ്മരിച്ചിട്ട് അതിനെ, അതായത് വിളിച്ചു വരുത്തി ധ്യാനിച്ച്, കരഭുവി ദധാനഃ രുരുചുഷേ എന്ന് പറഞ്ഞിരിക്കും. മഹാചക്രം സ്മൃത്വ കരഭുവി ദധാനോ രുരുചുഷേ. ആ സ്മരിച്ച മാത്രയിൽ ഭഗവാന്റെ കൈകളിലേക്ക് ആ മഹാചക്രം, ആ മഹാസുദർശന ചക്രം ഇങ്ങനെ ഇറങ്ങി വന്നു. എന്നിട്ട് ആ ചക്രത്തോടുകൂടി ഭഗവാൻ വിളങ്ങി എന്നാണ്. കരഭുവി ദധാനഃ രുരുചുഷേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം ഒന്നുകൂടെ. ഗദോന്മർദ്ദേ തസ്മിൻ സ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമൗ ഝടിതി പതിതായാം അഹഹഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ. നമുക്ക് 6-ാമത്തെ ശ്ലോകം നോക്കാം. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേന
കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീഃ തതഃ ശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീഃ കാലപ്രതിമരുഷി ദൈത്യേ തതഃ ശൂലം വിസൃജതി യേന കരകലിതചക്രപ്രഹരണാത് ത്വയി ഛിന്ദതി സഹ ഖലു സമാരുഷ്ടഃ ത്വാം മുഷ്ട്യാ വിദുദൻ ഗളന്മായേ ത്വയി ജഗന്മോഹനകരീഃ മായാഃ സമതനോത് കില. തതഃശൂലം കാലപ്രതിമരുഷി ദൈത്യേ. തതഃ എന്ന് പറഞ്ഞാൽ അവനാ അസുരൻ അന്തകനെ പോലെ, കാലപ്രതിമ ഋഷി എന്ന് എഴുതിയിരിക്കുന്നത് അന്തകനെ പോലെ, കാലനെ പോലെ ക്രുദ്ധനായിട്ട് ആ അസുരൻ, ആ ഹിരണ്യാക്ഷൻ, ത്വയി ഇവിടെ ഗളന്മായേ ത്വയി എന്നെഴുതിയിട്ടുണ്ട്. ത്വയി അവിടുത്തെ ശൂലമെടുത്ത്, ആ അസുരൻ അപ്പോൾ ശൂലമെടുത്ത് ചാട്ടുവാൻ ഒരുങ്ങുകയും എന്ന് ആ ശൂലത്തെ അങ്ങനെ ഒരുങ്ങിയപ്പോൾ അതിനെ ഏനത് കരകലിതല ചക്രപ്രഹരണാത്, ആ ശൂലത്തെ കയ്യിലേന്തിയ കരകലിത ചക്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ, ഇപ്പം നമുക്ക് സുദർശന ചക്രമുണ്ട് ഭഗവാന്റെ കയ്യിൽ, ആ ചക്രം എടുത്തെറിഞ്ഞു. പ്രഹരണം ചക്രപ്രഹരണാത്, ചക്രം വീശി എറിഞ്ഞു എന്നർത്ഥം. അവിടുന്ന് മുറിച്ചു കളഞ്ഞു. ചിന്തത്യേനത് ത്വയി ചിന്തതി ഏനത്, ആ ചക്രം കൊണ്ട് ആ അസുരൻ ആക്രമിക്കാൻ ഒരുങ്ങി, ശൂലമെടുത്ത് ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ ആ ശൂലത്തെ കയ്യിലിരുന്ന ചക്രം കൊണ്ട് അവിടുന്ന് മുറിച്ചു കളയുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. സഹ ഖലു സമാരുഷ്ടഃ, ആ അവനാകട്ടെ സമാരുഷ്ടഃ എന്ന് പറഞ്ഞാൽ അത്യന്തം ക്രുദ്ധനായിട്ട്, മുഷ്ട്യാവിദുതൻ, അങ്ങയെ മുഷ്ടി കൊണ്ട് വേദനിപ്പിക്കുവാൻ തുടങ്ങി. ആ അതായത് വിദുതൻ എന്ന് പറഞ്ഞാൽ വേദനപ്പെടുത്തി എന്നാണ്. അതായത് മുഷ്ടി കൊണ്ടിരിക്കുമ്പോൾ വേദന എടുക്കുകയില്ലേ. ഗളന്മായേ ത്വയി ജഗന്മോഹനകരീഹി മായാഹ, അവിടെ നിന്നാണെങ്കിൽ മായാവികളുടെ മായാവിയാണല്ലേ. ആ മായാ സമ്പർക്കമേശാത്ത അങ്ങയെ ഉദ്ദേശിച്ച് ആ മോഹനകരീഹി മായാഹ, ലോകത്തെ ആ മായാ ബന്ധങ്ങൾ, മായാ വേഷങ്ങൾ കൊണ്ട് കബളിപ്പിക്കാനുള്ള അവിടുത്തെ കഴിവ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ആ ലോകത്തെ അന്ധാളിപ്പിക്കാനുള്ള ആ പല മായകളും അവിടുന്ന് ആ അസുരന്മാർ സാധാരണ കാണിക്കും. മായാവി വേലകളൊക്കെ, മായാവേലകളൊക്കെ. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ മായാവിയായ അങ്ങയെ ആ മായാവേലകൾ കൊണ്ട് ആ അസുരന് കബളിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ജഗന്മോഹനകരീഹി മായാഹ സമതനോത്കില, അവിടുന്നും മായകൾ കാട്ടാൻ തുടങ്ങി എന്ന് അർത്ഥം. ഇത്രയും മതി. നമുക്ക് അടുത്ത ദിവസം അടുത്ത ശ്ലോകം നോക്കാം.